ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ബി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് സ്റ്റെൻസിൽ എന്ന് പറയുന്ന ഒരു സ്കെയിലാണിത്. അപ്പോൾ ആ സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് മെഷറിംഗ് ടേപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ അളവ് നെക്കിൻ്റെ ഇറക്കവും വിട്ടും ഒക്കെ നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് റെഫറൻസ് ആയിട്ടാണ് കാണിച്ചു തരുന്നത്, എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നോക്ക്, ഇവിടെ ഞാൻ ജസ്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു, രണ്ട് സൈഡിലേക്കും ഷോൾഡറും കൊടുത്തു. അപ്പോൾ ഷോൾഡറൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്, 3 ആണോ 2.5 ആണോ 3.5 ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയും ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 14 ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ തുണി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ സ്റ്റാൻഡിലേക്ക്, ഫ്രെയിമിലേക്ക്. അപ്പോൾ ഇവിടെ 14 ഒക്കെ എന്ന് പറയുമ്പോൾ താഴേക്ക് വരും. അപ്പം ഞാൻ 14 ഒന്നും എടുക്കുന്നില്ല, ഞാൻ ഇവിടെ ഒരു 8 അല്ലെങ്കിൽ ഒരു 9 ഇഞ്ച് എടുക്കുവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നല്ല മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ തുണി ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണം മാർക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ചെയ്യുമ്പോൾ ഞാനിത് ചെയ്തു എന്ന് കണ്ടിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും. കാരണം ഞാനിപ്പോൾ ഇതൊരു റഫായിട്ട് കാണിച്ചു തരുവാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ ആം ഹോൾ വരച്ചു കൊടുക്കുന്നുണ്ട്, അത് കണ്ടോ, ആം ഹോൾ വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും നമ്മുടെ ചെസ്റ്റിൻ്റെ പിന്നെ വണ്ണമൊക്കെ നോക്കി നമ്മൾ ആ ഒരു ഭാഗത്തിനെ നമ്മളൊരു യോക്ക് പോർഷൻ ആക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് യോക്ക് പോർഷൻ എന്ന് പറയുന്നത്, അതായത് ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്താണ് യോക്ക് പോർഷൻ എന്ന് പറയുന്നത്. അവിടെ 14 ലെങ്താണ് വരേണ്ടത്. ഇവിടെ ഇപ്പം ഞാൻ 8 അല്ലെങ്കിൽ 9 എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ നിങ്ങളെ വരച്ച് കാണിക്കാനായിട്ട്, കാരണം ഈ ക്യാമറയ്ക്കകത്ത് ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഭാഗം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഡാർക്കാക്കി വരയ്ക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഈ മെറ്റീരിയലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇത്രയും ഡാർക്കാക്കിയൊന്നും വരയ്ക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ മാത്രമേ വരച്ചു കൊടുക്കാവൂ. കാരണം ഈ പെൻസിലിൻ്റെ മാർക്കിങ് ഇച്ചിരി പോവാൻ ഇച്ചിരി പാടാണ്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് തുടച്ചൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് പോവത്തുള്ളേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ പാടങ്ങനെ ചിലപ്പോൾ നിൽക്കും. അപ്പോൾ അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഇത് നമ്മൾ നല്ല വശത്താണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ മാർക്കിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ബാക്ക് വശത്ത് മെറ്റീരിയലിൻ്റെ ചീത്ത വശത്ത് നിങ്ങൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം നമുക്ക് ഇത്തരം ഫാബ്രിക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നല്ല വശം വെച്ചിട്ട് എടുത്താൽ മാത്രം മതി. ഇപ്പം നോക്ക്, ഞാൻ ഈ ഒരു ഡിസൈനാണ് ഇപ്പോൾ ഇവിടെ വരച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നോക്കുക, അത് യോക്ക് പോർഷനിലേക്കാണ് വന്നിരുന്നത്. ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്താണ് ഇപ്പം നമ്മൾ വരച്ച് കൊടുത്തേക്കുന്നത്. അത് 14 ആണ്. അപ്പോൾ ഇത്രയും ഭാഗത്താണ് ഈ ഒരു ഡിസൈൻസൊക്കെ നമുക്ക് വരച്ച് കൊടുക്കേണ്ടത്. അപ്പം അതിനെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നോക്കണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യോക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡർ ടു താഴെ വരെയുള്ള ലെങ്ത് 14, അതാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് അനുസരിച്ചിട്ടുള്ള ഒരളവെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ 14 താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ 15 ലെങ്തൊക്കെ നമ്മൾ സാധാരണ എടുക്കുന്നത്. സാധാരണ നമ്മൾ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമുക്ക് 14 തന്നെയാണ് കേട്ടോ നമ്മൾക്ക് എല്ലാവർക്കും വരുന്നത്. മീഡിയം, ലാർജ്, XL, XXL ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഡാർക്കാക്കിയൊന്നും വരയ്ക്കുന്നില്ല, കാരണം ഇതിപ്പം ഒന്ന് ലൈൻ ജസ്റ്റ് എനിക്ക് കാണത്തക്ക രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഞാൻ ഒന്നും കൂടി ഡാർക്കാക്കി വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നോക്ക്, ഓരോ സ്റ്റെം നമ്മൾ വരച്ചു കൊടുത്തു. ആ സ്റ്റെമ്മിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് പോയിട്ടുണ്ട്. അപ്പം നോക്ക്, ഇങ്ങനെ നമ്മൾ അടുത്ത ബ്രാഞ്ചസ് കൺവേർട്ട് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ആർക്ക് വേണേലും വരച്ചെടുക്കാൻ പറ്റിയ ഒരു ഈസി ഡിസൈൻ ആട്ടോ ഇത്. ഇതിനൊരു പ്രയാസവും ഇല്ല. പടം വരയ്ക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ ആ ഒരു ബ്രാഞ്ചസിനൊക്കെ ഇതേപോലെ ചെറിയ സ്റ്റിക്ക് പോലെ നമ്മൾ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും
2 ലൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ലീഫാട്ടോ വരുന്നത്. അപ്പം നമ്മൾ ലീഫായിട്ട് അങ്ങ് വരച്ച് കൊടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് പോയിന്റ് ഇട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് സ്റ്റിക്ക് പോലെ ഒന്ന് വരച്ച് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ലീഫ് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ, ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ കുറേ നേരം പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. പിന്നെ ഇതാ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്കുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ വെക്കേഷനൊക്കെ ആണല്ലോ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ മറ്റൊരു ചാനലായിട്ടുള്ള അച്ചൂസ് ഡിസൈൻ ചാനലിനകത്ത് ഞാൻ ഫ്രീ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് ജോയിൻ ആവാം. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ആവാൻ ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. പേയ്മെൻ്റ് ഉള്ള ക്ലാസ് ആയിരിക്കും ഓൺലൈൻ ക്ലാസ്. മറ്റേത് യൂട്യൂബിൽ കൂടെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ക്ലാസ്സാണ്. ഇതുപോലെ കണ്ട് നമുക്ക് ചെയ്യാം. ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതാ നോക്ക്, നമ്മളിതുപോലെ കംപ്ലീറ്റ് നമ്മുടെ പോർഷനിൽ വരച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തേക്കുന്നത്. അവിടെ എല്ലാം ബീഡ്സ് സ്പ്രെഡിങ് ആയിട്ടോ വരുന്നത്. അത് പ്രത്യേകം ഓർത്തോണം. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ചെയ്തെടുക്കുക. അതൊക്കെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പം നമ്മൾ നോർമൽ നീഡിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നോക്ക്, ഞാൻ ഈ ഒരു കട്ട് ബീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കട്ട് ബീഡും നമുക്കൊരു ഷുഗർ ബീഡുമാണ് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന കേട്ടോ. ബൾക്കായിട്ട് നമുക്ക് 2 കിലോ 3 കിലോ ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചിങ്ങനെ സ്റ്റോക്കാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ പാക്കറ്റിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. 10 രൂപ മുതലുള്ള പാക്കറ്റിലൊക്കെ നമുക്ക് ഇത്തരം ബീഡ്സുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്നുള്ളത് അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. പിന്നെ ഇതാ നോക്ക്, ആദ്യം നമ്മൾ ഇതേപോലുള്ള ബീഡ് വർക്ക് ചെയ്യുന്ന സമയത്ത്, നോർമൽ നീഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് ലോക്ക് ഇട്ട് കൊടുക്കണം. ഇതാ കണ്ടോ, ഞാനിപ്പോൾ ആദ്യം കുറച്ച് ലോക്ക് ആ ഒരു സ്റ്റെമ്മിൽ കൂടെ തന്നെ ഒന്ന് ഓടിച്ചു പോയിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യുന്ന വർക്ക് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ നീഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആരി നീഡിലാകുമ്പോൾ നമ്മൾ ഓൾറെഡി ലോക്കിട്ടാണ് അത് പോകുന്നത്. അപ്പം നോർമൽ നീഡിലാകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ലോക്കിങ് കൊണ്ട് പറ്റത്തില്ല. എങ്ങാണ് നമ്മൾ ഫ്രെയിമിൽ നിന്നൊക്കെ ഊരുന്ന സമയത്ത് ജസ്റ്റ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ആ ഒരു എന്താ പറയുക, ബീഡ് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടും അഴിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒരു ടിപ്പാണ്. നിങ്ങൾ ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളും ആണെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വർക്കിൻ്റെയൊക്കെ പ്രത്യേകത കേട്ടോ. ഇപ്പം നോക്ക്, നമ്മൾ ബാക്ക് സ്റ്റിച്ച് രീതിയിലാണ് നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിലേക്കാണ് കണ്ടോ, കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുത്തിട്ട് ഒരു ബീഡ് എടുത്തിട്ട് ആദ്യം ചെയ്ത് ആ ബീഡിൻ്റെ അരികത്തേക്ക് നീക്കിയിട്ടാണ് നമ്മൾ പിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് മെത്തേഡിൽ നമ്മൾ ബീഡ് വർക്ക് ചെയ്തു പോകുന്നത് കേട്ടോ. പിന്നെ 2, 3, 4 ബീഡ്സ് നിങ്ങൾക്ക് കോർത്ത് ചെയ്യാം, പക്ഷേ അതോടുകൂടി നല്ല ലോക്ക് ഇട്ട് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിമിൽ നിന്നൊക്കെ ഊരി മാറ്റുന്ന സമയത്തുണ്ടല്ലോ ഇത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഞാനിതൊക്കെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കുറേ ബിഗിനേഴ്സൊക്കെ നമുക്ക് പുതുതായിട്ടൊക്കെ ജോയിൻ ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അവർക്കൊക്കെ അറിയത്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആക്കിയിട്ട് ഇത് പറഞ്ഞു തരുന്നത്. ഇത് നോക്ക്, നമ്മൾ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ഇത്രയും ഭാഗം ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോവാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റെംസ് കംപ്ലീറ്റ് ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെന്നാണ് നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നോക്ക്, ഞാനിപ്പോൾ അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെംസൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള വരച്ചിട്ടുള്ള ഭാഗത്തും ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ലീഫാണ് കേട്ടോ. അപ്പോൾ നോക്ക്, 2 സൈഡിലേക്ക് ഞാൻ 2 പെറ്റൽസൊക്കെ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലേ. നമുക്ക് ആ പെറ്റൽസിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ലീഫിൻ്റെ എന്താ പറയുക, ഡിസൈനൊന്നും വരച്ച് കൊടുക്കണമെന്നൊന്നും ഇല്ല. ഇതേപോലെ ഒന്ന് പെറ്റൽസ് വരച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് 2 സൈഡിലേക്ക് ഓരോ സ്റ്റിക്ക് ലൈൻസ് വരച്ച് കൊടുത്താൽ മതി. നമുക്കൊരു 4 ബീഡ്
ഇതേപോലെ ഒന്ന് ചരിച്ച് മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് വീണ്ടും ഒരു 4 ബീഡ്സ് അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ പിൻ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 4 ബീഡ്സ് എടുക്കുക. ഇപ്പം ചെയ്തതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ പിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ലീഫ് ബീഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ലീഫുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നോർമൽ നീഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അരി നീഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അരി നീഡിൽ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ലോക്ക് ഇട്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോക്ക് ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ബീഡ്സിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ലോക്കിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഓരോ ബീഡായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഓരോ ബീഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലീഫിന് ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളത് ലീഫും ചെയ്ത് കൊടുത്തു. ഇനി ബാക്കിയുള്ള പോർഷനാണ് നമ്മളിന്നും ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലീഫൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി കണ്ടോ കുറച്ച് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷുഗർ ബീഡാണ് കേട്ടോ. നല്ല ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ആ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്ത ഭാഗത്ത് നമ്മൾ ഓരോ ബീഡായിട്ട് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബീഡ് ചെയ്യുമ്പോൾ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അടുത്ത ബീഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇതേപോലെ സ്പ്രെഡ് ചെയ്തേക്കുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് യോക്ക് പോർഷനിൽ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ മെഷർമെൻറ്റ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വേണം എടുക്കാൻ. നിങ്ങൾക്ക് ഇനി മെഷർമെൻറ്റ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മെഷറിങ് ചാർട്ടുകൾ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. മീഡിയം ടു XXL 5XL വരെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് അളവാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ചെസ്റ്റും നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ ഇതും ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്